माताजी। हरे कृष्ण माताजी। हरे कृष्ण। हरे कृष्ण माताजी। हरे कृष्ण। हरे कृष्ण माताजी। हरे कृष्ण। कृष्ण माताजी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 18 ദിവസത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യായം 13 പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. ഇതാണ് നമ്മൾ ഇന്നത്തെ അധ്യായം, 13ാമത്തെ അധ്യായം. നമ്മളെ ക്ലാസ് തുടങ്ങാണ്. വീഡിയോ ഓണാക്കാനുള്ളവരൊക്കെ ഓണാക്കിക്കോളൂ. കുറെ പേര് ഓഫ് ചെയ്ത് വെച്ചിരിക്കാണ്. ഹരേ കൃഷ്ണ. പിന്നെ അപ്പൊ ഇന്നത്തെ അധ്യായം 13ാമത്തെ അധ്യായം. അപ്പൊ 12 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് നമ്മൾ അതിൽ പഠിച്ചത്? ആദ്യത്തെ 6 അധ്യായം നമ്മൾ കർമ്മയോഗത്തില് കർമ്മം ചെയ്യണമെന്ന് ഭഗവാൻ പറഞ്ഞു തന്നു അല്ലെ. കർമ്മം ചെയ്ത് നമുക്ക് എന്താവാൻ സാധിക്കുള്ളൂ? പരിശുദ്ധമാകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങള് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം നമ്മളോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 6 അധ്യായത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലായി? ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ, വേറെ ഒരു വഴിയില്ല നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഭക്തിയിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഭക്തിയോഗത്തിന്റെ നിബന്ധനകൾ നമുക്കറിയാം. നാമം ജപിക്കുക, എപ്പോഴും ഭഗവത് സ്മരണയോടെ ഇരിക്കണം, അപ്പൊ ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും സാധിക്കണം എന്നില്ലത്. പെട്ടെന്ന് ആർക്കും ഭക്തിയോഗത്തിലേക്ക് കടക്കാനായിട്ട് പറ്റില്ല. അവിടെയാണ് എന്തിന്റെ ആവശ്യം വരുന്നത്? നമുക്ക് ജ്ഞാനയോഗത്തിന്റെ ആവശ്യം വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ജ്ഞാനം നേടും ഭഗവാനെ കുറിച്ചിട്ടുള്ള. കാരണം നമുക്ക് ഭഗവാനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കും നമ്മൾ. അവിടെയാണ് നമ്മൾ ജ്ഞാനം നേടുന്നത് അല്ലെ. ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കും. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയും തോറും നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഭഗവാനോടുള്ള ഇഷ്ടം വന്നുകൊണ്ടിരിക്കും അല്ലെ. നമുക്ക് ഒരാളെ കുറിച്ച് നമുക്ക് അറിയുമ്പോൾ 2 കാര്യം വരും. ഒന്നുകിൽ നമുക്ക് ഇഷ്ടം വരും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടക്കേട് വരാം. അപ്പൊ നമുക്ക് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ച്, ഭഗവാന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ കേൾക്കും തോറും ഭഗവാനോടുള്ള ഒരു ആഗ്രഹം നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് പതുക്കെ നമുക്ക് എവിടേക്ക് കടക്കും? ഭക്തിയിലേക്ക് നമ്മൾ കടക്കും. അതായത് ഡയറക്റ്റ് ഭക്തിയിലേക്ക് പോകാത്തവർക്ക് പറ്റിയത് എന്താണ്? ജ്ഞാനയോഗത്തിലൂടെ ഭഗവാനെ കുറിച്ച് അറിഞ്ഞ് നമ്മൾ പിന്നെ എങ്ങോട്ട് കടക്കാണ്? ഭക്തിയോഗത്തിലേക്ക് കടക്കാണ് ചെയ്യുന്നത്. അവിടെ ഭക്തി നമുക്ക് ഉണ്ടാവാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയായിരിക്കും നമുക്ക് ഭഗവാനെ കുറിച്ച് പിന്നെ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യമുണ്ട്, നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ അത് അതിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഭഗവാന്റെ തന്നെ പ്രതിനിധികളായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മളെ ഗുരുക്കന്മാരിൽ നിന്ന്, ആചാര്യന്മാരിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പിന്നെ ഒരിക്കലും നമുക്ക് വീഴ്ച പറ്റില്ല. നമ്മളിത് വഴി തെറ്റി പോകില്ല പിന്നൊരിക്കലും നമുക്ക്. പിന്നെ നമ്മൾ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ അതിൽ നിന്ന് മാറിപ്പോകില്ല. അങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത് അല്ലെ. അതാണ് നമ്മളിവിടെ ഈ ജ്ഞാനയോഗത്തില് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം തരാണ് ഈ അധ്യായത്തിലൂടെ നമുക്ക്. 13ാമത്തെ അധ്യായം തൊട്ട് ഇനി അങ്ങോട്ട് പറഞ്ഞു വരുന്നത് ഓരോ കാര്യങ്ങൾ. ഭഗവാനെ കുറിച്ച് ജ്ഞാനയോഗം, പുരുഷോത്തമ യോഗം പറയുന്നു. പിന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച് പറയുന്നു. അതായത് ജ്ഞാനം, നമുക്ക് ഇതിനൊക്കെ ഉപദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഇനി ഈ ഒരു അധ്യായത്തിൽ നമുക്ക് നോക്കാം.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതത് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത്, ഇവയെ കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അർജുനൻ എന്താണ് പറയുന്നത്? പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ എന്താണ്, ജ്ഞാനം എന്താണ്, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത് എന്താണ്, ഇതിനെ കുറിച്ചെല്ലാം അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഇവിടെ ആര് പറയാണ്? അർജുനൻ ഭഗവാനോട് ചോദിക്കാണ്. അർജുനൻ ഭഗവാനോട് ചോദിക്കാനിരിക്കുന്ന ഒരു പൊസിഷൻ നോക്കിയേ. കാരണം ഒരു ഗുരുവാണ് അല്ലെ. അപ്പൊ ഗുരുവിൽ നിന്ന് നമ്മളൊരു അറിവ് നേടാനായിട്ട് ഇരിക്കേണ്ട ഒരു മനോഭാവം, നമ്മളൊരു ഗുരുവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോ ആ ഗുരുവിൽ നിന്ന് നമുക്കത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അല്ലാതെ ഒരു ഗുരുവിനെ നമുക്ക് ഉത്തരം മുട്ടിക്കേണ്ട രീതിയിലോ അതല്ലെങ്കിൽ അവരുടെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചോദിക്കല്ല വേണ്ടത്. നമ്മള് ആ ഗുരുവിനോട് നമുക്ക് അത് അറിയാനുള്ള ഒരു ആഗ്രഹത്തോടെ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഒരു ഗുരുവിൽ നിന്ന് ഒരു അറിവ് നമ്മൾ നേടാനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പൊ അർജുനൻ ഇവിടെ ആ ഗുരുവിന്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയാണ്? ആഗ്രഹമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇരുന്ന് ആ കൈ എന്താ പറയുക കൂപ്പിട്ട് ചോദിക്കാണ്, കൃഷ്ണ, പ്രകൃതി എന്താണ്, പുരുഷൻ എന്താണ്, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത് എന്താണ്, ഇതിനെ കുറിച്ചെല്ലാം അറിയാൻ അർജുനൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത് ഇവിടെ? ശ്രീ ഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യാഭിധീയതേ ഏതത്യോ വേദിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തത്വിദഃ. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനാണ്. അപ്പോ ഈ ശരീരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവന് എന്തെന്ന് പറയാണ്? ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. ആ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവനെ എന്താ പറയണേ? ക്ഷേത്രജ്ഞൻ. പുതിയൊരു വേർഡ് പഠിക്കാണ് നമ്മള്, ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ഈ ശരീരത്തെ കുറിച്ച് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയാണ് ഭഗവാൻ അർജുനനോട്. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാന വിഷയം എന്നിവയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ അർജുനൻ. ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതിനെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്ന് ഭഗവാൻ ഉത്തരം നൽകുന്നു. കർത്തനായ ആത്മാവിന്റെ കർമ്മവേദിയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയുന്നു. ആ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ കർമ്മവേദി കൂടിയാണ്. ആത്മാവിന് കർമ്മം ചെയ്യാനുള്ളൊരു സ്ഥലം വേണം. ആ കർമ്മം ചെയ്യാനുള്ളൊരു വേദിയാണ് ശരീരം. ആ ശരീരത്തെ കുറിച്ച് അറിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. ബദ്ധാത്മാവ് ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രകൃതിക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ എത്രമാത്രം കഴിവുണ്ടെന്നതിനെ ആശ്രയിച്ച് അയാൾക്കൊരു കർമ്മവേദി ലഭിക്കും. ആ പ്രവർത്തന മണ്ഡലമാണ് ശരീരം. അപ്പൊ ആ വ്യക്തിക്ക് നമ്മൾ പറഞ്ഞു, ഭൗതിക പ്രകൃതിയില് ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് എത്രത്തോളം കഴിവുണ്ടെന്നതിനെ ആശ്രയിച്ച് അയാൾക്ക് ഒരു കർമ്മവേദി ലഭിക്കും. ആ പ്രവർത്തന മണ്ഡലത്തെയാണ് ശരീരം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി, ശരീരം എന്ന് പറഞ്ഞാല് അപ്പൊ എന്താണ്? ക്ഷേത്രമാണ്. ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു കർമ്മവേദിയാണ്. ജീവാത്മാവിന്റെ കർമ്മവേദിയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായി. അപ്പൊ ഇവിടെ ശരീരത്തെ കുറിച്ച് അറിയുന്നവനാണ് ആര്? ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കാം ഇവിടെ? അറിയുന്നവൻ, ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവൻ. അതാരാണ് ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നത്? ക്ഷേത്രജ്ഞൻ. അതാരാണ് ക്ഷേത്രജ്ഞൻ? ജീവാത്മാവ് എന്ന് പറഞ്ഞു. ആത്മാവ്, ജീവാത്മാവാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് പറയും. ആ ശരീരത്തെ കുറിച്ച് അറിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയും. അപ്പോ ജീവാത്മാവിനെയാണ് നമ്മൾ എന്ത് പറയണത്? ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ജീവാത്മാവാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ പുതിയൊരു വേർഡാണ് ജീവാത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ആത്മാവിന്റെ കർമ്മവേദിയാണ് ശരീരം എന്ന് നമുക്ക് അതും മനസ്സിലായി. ഇനി അപ്പൊ എന്താണ് നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും എന്തുണ്ട്? ജീവാത്മാവായിട്ടും പരമാത്മാവായിട്ടും ഭഗവാൻ ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട് അല്ലെ. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലും ആരുണ്ട്? ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട് എന്ന് പറഞ്ഞു. ജീവാത്മാവും പരമാത്മാവും ഓരോരുത്തരിലുണ്ട്. അതിനെപ്പറ്റി എങ്ങനെയാ പറയണത്? നമ്മളെ ഒരു വൃക്ഷത്തിന്റെ ഒരു കൊമ്പിലിരിക്കുന്ന രണ്ട് പക്ഷികള്, അത് ഒന്ന്
ശാന്തമായിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ് ഒരു പക്ഷിയാണെങ്കിലോ ചിറകിട്ടടിച്ച് ആ വൃക്ഷത്തിലെ ഫലങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ പക്ഷി നമ്മുടെ ജീവാത്മാവാണ്. അപ്പൊ ജീവാത്മാവ് എന്താ ചെയ്യണത്? ജീവാത്മാവ് ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കാതെ ഓരോ പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് ആ വൃക്ഷത്തിലെ ഫലങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ജീവാത്മാവ് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയായിട്ട് തൊട്ടടുത്ത് തന്നെ ആരിയ്ക്കാണ്? പരമാത്മാവിരിക്കുകയാണ്. ഒരിക്കൽ പോലും ആ ജീവാത്മാവ് ആ പരമാത്മാവിന്, ആ പക്ഷി അടുത്തിരിക്കുന്ന പക്ഷിയെ തിരിഞ്ഞു നോക്കുന്നില്ല. അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അത് ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവാത്മാവ് ചെയ്യുന്നത് എന്താണ് പറയുന്നത്? ഒരു സെക്കൻഡ് ഒന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന പരമാത്മാവിനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലും ആരില്ല? ജീവാത്മാവ് നോക്കുന്നില്ല. നമുക്കറിയാം ആത്മസാക്ഷാത്കാരത്തിന്റെ 3 ഭാവങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞു ബ്രഹ്മത്തില് ഭഗവാൻ ആദ്യം നമുക്ക് എങ്ങനെയാണ് ബ്രഹ്മത്തില് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുന്നത്? ഭഗവാൻ ഒരു പ്രകാശമാണെന്ന് അവ്യക്തമായ രൂപത്തില് മനസ്സിലാക്കി ബ്രഹ്മത്തില് രണ്ടാമത്തത് പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന ധ്യാനത്തിലൂടെ പരമാത്മാ രൂപത്തിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ സാക്ഷാത്കരിക്കുന്നു. മൂന്നാമത്തതാണ് സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവത് സാക്ഷാത്കാരം നമ്മൾ പറയുന്നത്. ആ ഭഗവത് സാക്ഷാത്കാരത്തിലൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മൾ കണ്ടതാണ് അല്ലെ. സാക്ഷാത്കാരത്തിന്റെ 3 ഭാവങ്ങൾ നമ്മൾ കണ്ടു. അതില് ഭഗവത് സാക്ഷാത്കാരമാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭഗവത് സാക്ഷാത്കാരത്തിന് പറ്റാത്തവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞത്? ജ്ഞാനയോഗത്തിലൂടെ ആദ്യം ജ്ഞാനം നേടിയതിനു ശേഷം പിന്നെ നമ്മൾ എന്തിലേക്ക് ശ്രമിക്കുക? ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് ശ്രമിക്കാന്ന് പറഞ്ഞു. ഇനി ആ ഭഗവാനെ കുറിച്ച് പറയുന്നത് എന്താണ്? ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്ര ജ്ഞാനം ജ്ഞാനം മതം മമ. ഹേ ഭാരത വംശജ, സർവ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ജ്ഞാനം ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഇനി ഭഗവാൻ എന്താ പറയണത്? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ക്ഷേത്രജ്ഞനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ജീവാത്മാവായിട്ടുള്ള ക്ഷേത്രജ്ഞനെ കുറിച്ച് അല്ലെ. കാരണം ആ ജീവാത്മാവിന് താനിരിക്കുന്ന ശരീരത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ജീവാത്മാവിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്ഷേത്രജ്ഞൻ എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ് ഭഗവാനും ക്ഷേത്രജ്ഞനാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭഗവാനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയാൻ കാരണം? ഭഗവാൻ പരമാത്മാവ് ക്ഷേത്രജ്ഞനെയും കുറിച്ച് അറിയുന്നതുകൊണ്ട്. എന്ത്? ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഭഗവാൻ അറിയാം. എങ്ങനെ? ഭഗവാനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയാൻ എന്തുകൊണ്ടാ കാരണം എന്ന് ചോദിക്കുന്നത്? ഭഗവാൻ നമ്മുടെ പരബ്രഹ്മമാണ്. എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നു. പരമാത്മാവായിട്ട് എല്ലാവരുടെ ഉള്ളിലും ആരുണ്ട്? ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരീരത്തെ കുറിച്ച് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്ന്. അപ്പൊ ശരീരത്തെ കുറിച്ച് ആ ശരീരത്തിൽ ആരൊക്കെയുണ്ട്? ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. അപ്പൊ ജീവാത്മാവിന് മാത്രമല്ല പരമാത്മാവിനും എന്തറിയാൻ സാധിക്കും? ആ ശരീരത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരമാത്മാവും ആര് തന്നെയാണ്? ക്ഷേത്രജ്ഞൻ തന്നെയാണ് അല്ലെ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ജീവാത്മാവും പരമാത്മാവിന്റെ ക്ഷേത്രജ്ഞനിലെ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? ജീവാത്മാവും ക്ഷേത്രജ്ഞനാണ്, പരമാത്മാവും ക്ഷേത്രജ്ഞനാണ്. പക്ഷെ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. എന്തായിരിക്കും അത്? ജ്ഞാനം വേണ്ടേ? ജീവാത്മാവിന് സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ജീവാത്മാവിന് ജ്ഞാനമില്ല എന്നല്ല മാതാജി. ജീവാത്മാവിന് താനിരിക്കുന്ന സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പരമാത്മാവ് എല്ലാവരുടെ ശരീരത്തിലും പരമാത്മാ രൂപത്തിലും ഭഗവാനുണ്ട്. അതുകൊണ്ട് പരമാത്മാവിന് എല്ലാ ശരീരത്തെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ പരമാത്മാവാകുന്ന ക്ഷേത്രജ്ഞന് എല്ലാ ശരീരങ്ങളെ കുറിച്ചും അറിയാൻ സാധിക്കും. പക്ഷെ ജീവാത്മാവാകുന്ന ക്ഷേത്രജ്ഞനോ താൻ ഇരിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ജീവാത്മാവ് എല്ലാവരിലും വ്യത്യസ്തരാണ്. ഇപ്പൊ എന്റെ ഉള്ളിലുള്ള ജീവാത്മാവില്ല, ആവില്ല മാതാജിയുടെ ഉള്ളില്. അങ്ങനെ ഓരോരുത്തരിലും ജീവാത്മാവിന് വ്യത്യാസമുണ്ട്. പക്ഷെ പരമാത്മാവ് എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് ഒരേ പരമാത്മാവ് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ ജീവാത്മാവ് ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ജീവാത്മാവിന് താനിരിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പരമാത്മാവിന് എല്ലാവരെ കുറിച്ചും അറിയാനായിട്ട് സാധിക്കും. ഇനി ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും ഭൗതിക കുറിച്ചും അറിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജ്ഞാനം എന്ന്
പറയുന്നത്. ഓരോ ശരീരത്തിലും കുടികൊള്ളുന്ന ക്ഷേത്രജ്ഞൻ ഞാനാണെന്ന് ഭഗവാൻ അരുളി ചെയ്യുന്നു. ഒരു വ്യക്തിക്ക് സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ, മറ്റുള്ളവരുടെ ശരീരത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ. സർവ്വ ശരീരങ്ങളിൽ പരമാത്മാവായി വാഴുന്ന ഭഗവാനാകട്ടെ എല്ലാ ശരീരങ്ങളെ കുറിച്ചും അറിയാനായിട്ട് സാധിക്കും. എല്ലാവിധ ജീവജാലങ്ങളുടെയും നാനാവിധ ശരീരങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഇനി ഈ ശരീരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഈ ശരീരത്തിന്റെ 24 ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഒരു ശരീരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പൊ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം അല്ലെ. നമ്മുടെ ശരീരത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കും. നമുക്കറിയാം നമ്മള് ജനിക്കും, ജനിച്ചതിന് ശേഷം നമ്മൾ വളരും, നമ്മൾ പിന്നെ നിലനിന്ന് കൊണ്ടുപോകും, നമ്മൾ പ്രവർത്തികൾ ചെയ്തു കൊണ്ടുപോകും, നമ്മൾ പ്രത്യുൽപാദനം നടത്തും, നമുക്ക് ക്ഷയം സംഭവിക്കും, പിന്നെ മരണം സംഭവിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങളിൽ കൂടെ പല സ്റ്റേജസിൽ നമുക്ക് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് നമ്മുടെ ശരീരം. പക്ഷെ ആ ശരീരത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ആ ശരീരത്തിൽ ഇരിക്കുന്ന ജീവാത്മാവോ സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതാണ്. അതിന് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കാത്തതാണ് ആര്, ഈ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞ ജീവാത്മാവിന് അല്ലെ. ആ ജീവാത്മാവ് അപ്പൊ എന്താ ചെയ്യണം, ആ ശരീരം ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്ന സമയത്ത് അതിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു. നമ്മൾ അതൊക്കെ 2ാമത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്. ഇനി ഈ 24 ഘടകങ്ങൾ ഇതിന്റെ ശരീരത്തിന്റെ 24 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല, ഞാൻ വായിക്കുന്നുണ്ട്. അഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരഃ ഇച്ഛദ്വേഷ സുഖം ദുഃഖം സംഘാദേശേദനാധൃതിഃ ഏതത് ക്ഷേത്രം സമാസേന സാവികാരാമുദാഹൃതം. എന്താ പറയണത്, മഹാഭൂതങ്ങള്, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞത്, പഞ്ചമഹാഭൂതങ്ങള്, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങള്, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങള്, രാഗദ്വേഷങ്ങള്, സുഖദുഃഖങ്ങള്, സമദൃഷ്ടി, ജീവലക്ഷണങ്ങള്, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമതായിട്ട് എന്താ പറയുന്നത്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചമഹാഭൂതങ്ങള്. അപ്പൊ പഞ്ചമഹാഭൂതങ്ങൾ ഉണ്ട്, ഏതൊക്കെയാണ്, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. പഞ്ചമഹാഭൂതങ്ങള്. ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ 5 എണ്ണായി. പിന്നെ അടുത്തത് ഏതാ പറയുന്നത്, അടുത്തത് നമ്മൾ അടുത്ത ലൈനിൽ നോക്കാം. അഹങ്കാരം, ബുദ്ധി, അവ്യക്തത. മാതാജി ഒരു സെക്കൻഡ്. അപ്പൊ പഞ്ചമഹാഭൂതങ്ങൾ കണ്ടു. പിന്നെ നമ്മൾ പറയുന്നത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന ജ്ഞാനേന്ദ്രിയങ്ങള്. അടുത്തത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. നമ്മളെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പൊ 5 5 10ആയി. പിന്നെ അടുത്തത് കർമ്മേന്ദ്രിയങ്ങള്, കർമ്മം ചെയ്യുന്ന ഇന്ദ്രിയങ്ങള്, ശബ്ദം, കാലുകള്, കൈകള്, ഗുദം, ഉൽപാദനേന്ദ്രിയം. അങ്ങനെ കർമ്മേന്ദ്രിയങ്ങൾ 5 എണ്ണായി. അപ്പൊ 15ആയി. ലാസ്റ്റ് ലൈനില് ഇന്ദ്രിയ വിഷയങ്ങൾ 5, ഗന്ധം, രസം, രൂപം, സ്പർശം, ശബ്ദം, അങ്ങനെ 5 ഇന്ദ്രിയ വിഷയങ്ങൾ. അപ്പൊ 20 എണ്ണായി. പിന്നെന്താണ്, മനസ്സുൾപ്പെടെ 11 ഇന്ദ്രിയങ്ങൾ. അപ്പൊ മനസ്സ് 21. പിന്നെ മുകളിലത്തെ 2ാമത്തെ ലൈനിലുള്ളത് മിഥ്യാഹങ്കാരം, ബുദ്ധി, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്. അങ്ങനെയാണ് 24 എണ്ണം വരുന്നത്. അപ്പൊ ഒന്നാമത്തേത് എന്ന് പറഞ്ഞ പഞ്ചമഹാഭൂതങ്ങള്, പിന്നെ വന്നിട്ട് ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ഇന്ദ്രിയ വിഷയങ്ങള്. അപ്പൊ 4 എണ്ണം 5 എണ്ണം വീതാവുമ്പോ 20 എണ്ണവും. പിന്നെ മിഥ്യാഹങ്കാരം, ബുദ്ധി, പ്രകൃതിയുടെ അവ്യക്ത നിലയിലുള്ള 3 ഗുണങ്ങൾ, അതായത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്, മിഥ്യാഹങ്കാരം, ബുദ്ധി, പിന്നെ വന്നിട്ട് ഇന്ദ്രിയങ്ങളേക്കാൾ ഉത്കൃഷ്ടമായ മനസ്സ്, അടുത്തത്. ഇങ്ങനെ മനസ്സുൾപ്പെട്ട് 11 ഇന്ദ്രിയങ്ങള്. അപ്പൊ പറഞ്ഞ മനസ്സും കൂടി വരുമ്പോ എത്രയും 24 ഇന്ദ്രിയങ്ങൾ വരും, അല്ലെ 24 ഘടകങ്ങൾ വരും. ഏതൊക്കെയാണ്, പഞ്ചമഹാഭൂതങ്ങള്, പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, പിന്നെ ഇന്ദ്രിയ വിഷയങ്ങള്, അങ്ങനെ 20 എണ്ണം. പിന്നെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങള്. ഇതാണ് എന്ത് പറയണത്, 24 ഘടകങ്ങള്. ഭൗതിക പ്രകൃതി ഇതിന്റെ ശരീരത്തിന്റെ 24 ഘടകങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. മനസ്സിലായത് ഇപ്പോ ഏതാണെന്ന് 24 ഘടകങ്ങൾ ശരീരത്തിലെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ഇനി ജ്ഞാനത്തെ കുറിച്ച് പറയണ ജ്ഞാനം എന്താണ് അജ്ഞാനം എന്താണെന്ന് പറയാണ് ഭഗവാൻ ഇവിടെ. എന്താ പറയുന്നത്? വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കുക, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമനം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരം ഇല്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെ കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം അറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെ കുറിച്ച് അന്വേഷിക്കൽ എന്നിവ എല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പോ വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കുക, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമനം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരമില്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെ കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, പിന്നെന്താണ് പറഞ്ഞത്? എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം അറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെ കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളതെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇതിലെന്താ പറഞ്ഞ? വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കുക, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമനം, ഇന്ദ്രിയ വിഷയങ്ങളിലെ അനാസക്തി, പിന്നെ മിഥ്യാഹങ്കാരമില്ലായ്മ, ജനന മരണങ്ങള്, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖമില്ലായ്മ. ഇവിടെ സ്ഥൈര്യം പറയുന്നത്, സ്ഥൈര്യം എന്ന് പറഞ്ഞാല് ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറാനുള്ള ദൃഢനിശ്ചയത്തെയാണ് സ്ഥൈര്യം എന്ന് പറയുന്നത്. പിന്നെ വേറെന്താ പറഞ്ഞ? പരിണാമങ്ങളുടെ ദുഃഖാത്മതയെ കുറിച്ചുള്ള ബോധം, വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികതയിൽ നിന്നുള്ളൊരു നമുക്ക് ആസക്തി കുറയുക, ഭൗതികതയിലുള്ള ഇഷ്ടം കുറയ്ക്കുക, അതിനാണ് വൈരാഗ്യം. മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണ്? നമ്മളുടെ കുടുംബത്തിലോട് ഭയങ്കര അറ്റാച്ച്മെന്റ് കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്? നമുക്ക് മക്കളോടും ഭാര്യയോടും അതല്ലെങ്കിൽ വീട്ടിനോട് ഭയങ്കര ആഗ്രഹം കൂടുന്തോറും നമുക്ക് കൂടുതൽ നമുക്ക് പൈസ ഉണ്ടാക്കണം, നമുക്ക് നല്ല 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 കാര്യങ്ങൾ ചെയ്യണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ചിന്ത മുഴുവൻ എന്തായിട്ട് മാറാണ്? നമ്മൾക്ക് കഠിനാധ്വാനം ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കാനും നമ്മുടെ ആ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞത് അതിൽ നിന്നുള്ള മുക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉപേക്ഷിക്കാനോ അവരായിട്ടുള്ള കണക്ഷൻ വിടാന്നുള്ളതല്ല നമ്മൾ ഈ പറയുന്നത്. ഭൗതികതയിൽ നിന്ന് മുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള, ഇവരിൽ നിന്ന് മുക്തി എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഇഷ്ടം കുറയ്ക്കാന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ നമ്മൾ നടന്നുകൊണ്ടിരിക്കും. കുറെ പൈസ ഉണ്ടാക്കണം, കുറെ നല്ല വീട് ഉണ്ടാക്കണം, വണ്ടി മേടിക്കണം, അങ്ങനെ നമ്മൾ അങ്ങനത്തെ ആഗ്രഹങ്ങളുടെ പിന്നാലെ നടക്കുമ്പോൾ തന്നെ ഭൗതികമായിട്ടുള്ള ചിന്തകൾ മാത്രമായിട്ട് മാറും നമുക്ക്. അപ്പൊ നമുക്ക് ഈ ആത്മീയത്തിനുള്ള ഇഷ്ടം കുറയും. അതാണ് അവിടെ അമുക്തി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സുഖദുഃഖങ്ങളിലെ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം അറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെ കുറിച്ച് അന്വേഷിക്കൽ എന്നിവ എല്ലാം ജ്ഞാനമാണ്. ഈ പറഞ്ഞതൊക്കെ ജ്ഞാനമാണ്. ഇതല്ലാത്തതിനുമെല്ലാം നമുക്ക് എന്ത് പറയാം? അജ്ഞാനമാണെന്നും പറയാനായിട്ട് സാധിക്കും. അപ്പൊ ജ്ഞാനം എന്താണെന്നുള്ളത് ഭഗവാനോട് പറയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ നമ്മുടെ ശരീരത്തിന് അനുഭവിക്കുന്നുണ്ട് അല്ലെ? അതാണ് ജന്മ, മൃത്യു, ജര, വ്യാധി. ഈ 4 തരത്തിൽ നമ്മൾ ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്. എന്തൊക്കെയാണ്? നമ്മൾ ജന്മമെടുത്ത് നമുക്ക് മരണം സംഭവിക്കും, മൃത്യു, ജരാനരകൾ ബാധിക്കും ശരീരത്തിന്, പിന്നെ വ്യാധികൾ സംഭവിക്കും നമുക്ക് അല്ലെ? ഈ 4 തരത്തില് നമുക്ക് മാറ്റം സംഭവിക്കും. ജന്മ, മൃത്യു, ജരാ, വ്യാധി. ജരകൾ വന്നു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിന് നമ്മൾ ജനിച്ച പോലെയല്ല നമുക്ക് ജരാനരകൾ വരുമ്പോ നമ്മുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞ് നമ്മുടെ ആകെ വയസ്സായി നമുക്ക് എന്താണ്? കണ്ണിന് ബുദ്ധിമുട്ട് വരും, നമ്മൾ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കാത്ത രീതിയിൽ വരും. പിന്നെ നമുക്ക് വ്യാധികൾ, അസുഖങ്ങൾ സംഭവിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അനുഭവിക്കുന്ന ക്ലേശങ്ങളാണ്. ഇങ്ങനെ ഈ ക്ലേശങ്ങളിലൂടെയാണ് നമ്മൾ എങ്ങോട്ട് കടന്നു പോകുന്നത്? നമ്മൾ മരണത്തിലേക്ക് കടന്നു പോകുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇത്തരത്തിലുള്ള ക്ലേശങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. ജന്മ, മൃത്യു, ജര, വ്യാധി, ഇത്തരം ക്ലേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്. നമ്മളിപ്പോ ഒരു
പിക്ചർ കാണുന്നുണ്ടല്ലോ, ഒരു ആക്ട്രസ് ആണ്. നല്ലൊരു സമയത്ത് ആ ആക്ട്രസ് എങ്ങനെയാണ്, നല്ല മുടിയും കുറെ നല്ല ഭംഗി, നല്ല സുന്ദരിയായിട്ട് കാണും. പിന്നെ ആ ശരീരത്തിന് വരുന്ന മാറ്റം അനുസരിച്ച് എന്താണ്, മുടിയൊക്കെ പോയി സ്കിന്നൊക്കെ ചുക്കി ചുളിഞ്ഞ് ആ ശരീരത്തിന് മാറ്റം സംഭവിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് എന്താണ്, നമ്മളെ ബാധിക്കുന്നതാണ്. ഇതൊക്കെ നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നില്ല. നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ പഠിച്ചു, ആത്മാവിന് ഇതൊന്നും ബാധകമല്ല. ഇതൊക്കെ എന്തിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ? ശരീരത്തിനെ മാത്രമാണ് ഈ സംഭവം ഇതൊക്കെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആധ്യാത്മിക ജീവിത പുരോഗതിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ശൗചം. ശൗചം 2 വിധമുണ്ട്, ബാഹ്യമായിട്ടുള്ളതും ആഭ്യന്തരമായിട്ടുള്ളതും. അപ്പൊ 2 തരത്തില് ശൗചത്തിന് പറയുകയാണെങ്കിൽ ശൗചം 2 തരത്തിലുണ്ട്. ഒന്ന് ബാഹ്യമായിട്ടുള്ളതും ഒന്ന് ആന്തരികമായിട്ടുള്ള ശൗചവും. അപ്പൊ ബാഹ്യമായിട്ടുള്ള ശൗചം എന്ന് പറയുന്നത് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബാഹ്യമായിട്ടുള്ള മാലിന്യങ്ങളെല്ലാം കളയാനായിട്ട് സാധിക്കും. ആന്തരികമായിട്ടുള്ള ശൗചം എങ്ങനെയാണ്? നമ്മൾ നിരന്തരം ഭഗവാന്റെ കൃഷ്ണസ്മരണ ചെയ്യുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രമാണ് ഉപാധികൾ. അപ്പോ ആന്തരികമായ ശൗചത്തിന് നമ്മൾ നിരന്തരം ഭഗവാന്റെ കൃഷ്ണസ്മരണ ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് നമുക്ക് എന്ത് സംഭവിക്കും? മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മുൻജന്മ കർമ്മങ്ങളുടെ പൊടിപടലങ്ങളെ ഇല്ലാതാക്കാനായിട്ട്, തുടച്ചു നീക്കാനായിട്ട് എന്തുകൊണ്ട് സാധിക്കാണ്? നാമജപം കൊണ്ടും ഭഗവാന്റെ കൃഷ്ണസ്മരണ കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പൊ ശൗചം 2 തരത്തിൽ പറയാം, ആന്തരികമായിട്ടും ബാഹ്യമായിട്ടുള്ളത്. ആന്തരികമായിട്ടുള്ള ശൗചം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മുൻജന്മ കർമ്മങ്ങളുടെ ഫലങ്ങളെ ഇല്ലാതാക്കാനായിട്ട്, അത് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ബാഹ്യമായ ശൗചം കൊണ്ട് നമുക്ക് ശരീരശുദ്ധി വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ മുൻജന്മ കർമ്മങ്ങളുടെ പൊടിപടലങ്ങളെ തുടച്ചു മാറ്റാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നിരന്തരം ഭഗവാന്റെ സ്മരണ ചെയ്യണം, ഭഗവാന്റെ നാമം ജപിക്കണം. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയാ വിവർജിതം അസക്തം സർവവൃശ്ചൈവ നിർഗുണം ഗുണഭോക്തിച്ച. സർവ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്, ഗുണാതീതനാണ്. അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. അപ്പൊ സർവ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി എവിടെ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനം ഭഗവാനിൽ നിന്നാണ്. എന്നിരുന്നാലും ഭഗവാൻ എന്തില്ല? ഭഗവാൻ ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ അനാസക്തനാണ്. പിന്നെ ഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. അതേസമയം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനും ഭഗവാനാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഋഷികേശൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്, അല്ലെ? ഭഗവാൻ ഋഷികേശൻ എന്ന് വിളിക്കാൻ കാരണം ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ഭഗവാൻ ഇന്ദ്രിയങ്ങൾ ഇല്ല എന്നാ പറഞ്ഞ. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന് കണ്ണുകൊണ്ട് കാണാൻ മാത്രല്ല, കണ്ണുകൊണ്ട് ഭക്ഷിക്കാനും സാധിക്കും. എല്ലാ അവയവങ്ങൾക്കും ഭഗവാന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കാണ് കണ്ണുകൊണ്ട് കാണാനേ സാധിക്കുള്ളൂ. ഭക്ഷണം കഴിക്കണമെങ്കിൽ വായ വേണം. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾക്ക് എല്ലാ പ്രവൃത്തികളും ഒരേ സമയം ഇന്ദ്രിയത്തിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കും. പിന്നെ ഭഗവാൻ എല്ലാ ഗുണങ്ങൾക്കും അതീതനാണ്. ഭഗവാൻ ത്രിഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്നും പറയും. എല്ലാ ത്രിഗുണങ്ങളുടെയും നാഥനാര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്നിവിടെ പറയാണ്. ജ്യോതിഷാമപി തജ്ജ്യോതി തസ്മാത് പരമുച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. അദ്ദേഹമാണ് സർവ്വ ജ്യോതിസുകളുടെയും സ്രോതസ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ച് നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടുന്നതും അറിവിന്റെ ലക്ഷ്യവും സർവ്വഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്. അപ്പൊ സർവ്വ ജ്യോതിസുകളുടെയും സ്രോതസ് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ് സർവ്വ ജ്യോതിസുകളുടെയും സ്രോതസ്. നമ്മൾ കണ്ടുല്ലേ വിഭൂതിയില്, ഭഗവാനാണ്. സൂര്യൻ പ്രകാശം ചെയ്യുന്നത് എങ്ങനെയാണ്? സൂര്യപ്രകാശം ലഭിക്കുന്നത് ഭഗവാൻ കാരണം കൊണ്ടാണ്. പിന്നെ തമസിനെ അതിക്രമിച്ച് നിൽക്കുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി തരുന്നതും ഭഗവാൻ തന്നെയാണ്. അറിയേണ്ടതും ഭഗവാനെ കുറിച്ചാണ്. അറിവിന്റെ ലക്ഷ്യവും സർവ്വ ഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആര് തന്നെയാണ്? ഭഗവാനാണ്. പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനെ കുറിച്ചാണ്. നമുക്കറിയാം എല്ലാ വേദങ്ങളുടെയും ലക്ഷ്യം എന്താണ്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഈ വർണ്ണ ആശ്രമ വ്യവസ്ഥകളൊക്കെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്?
ഇതിലൊക്കെ ഭഗവാനെ സന്തോഷിപ്പിച്ച് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിട്ട് വർണ്ണാശ്രമങ്ങൾ 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ലാസ്റ്റ് ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരം നേടാന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ ഉദ്ദേശം. അപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? പരമപുരുഷനായ ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാനിലേക്ക് എത്താന്നുള്ളതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്ന ഭഗവാനെ കുറിച്ച് അറിയാം. പുരുഷം പ്രകൃതി സ്തോഹി ഭുങ്ക്തേ പ്രകൃതി ജാൻ ഗുണാൻ കാരണം ഗുണസംഗസ്യ അസോത്യാനി ജന്മസു. ഭൗതിക പ്രകൃതിയെ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചു കൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഹരേ കൃഷ്ണ മാതാജി. അറ്റൻഡൻസിന്റെ അറ്റൻഡൻസ് ലിങ്ക് ആരെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടോ? അതില് കോപ്പി ചെയ്ത് ആരെങ്കിലും വച്ചിട്ടുണ്ടോ? ഇല്ല, വെച്ചിട്ടില്ല അല്ലെ? ഓക്കെ, മാതാജിയുടെ നെറ്റ് പ്രോബ്ലം ആയിട്ട് മാതാജിക്ക് കയറാൻ പറ്റില്ല എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാനെന്നാ മറ്റേ മാതാജിനോടൊന്ന് പറയട്ടെ കേട്ടോ, ലിങ്ക് ഇട്ട് തന്നിട്ട്. മാതാജി കയറിട്ടിട്ട് കേട്ടോ ഇപ്പൊ ലിങ്ക്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, ഭൗതിക പ്രകൃതിയിലെ ജീവാത്മാവ് പ്രകൃതിയുടെ ഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനാ യോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. അപ്പൊ എന്താണ് പറയണത്? ഈ ഭൗതിക പ്രകൃതിയില് ഈ ജീവാത്മാവ് ഇതാണ് ഭൗതിക പ്രകൃതി. അപ്പൊ നമുക്കറിയാം ഭൗതിക പ്രകൃതിയിലേക്ക് കടക്കുമ്പോഴാണ് ഈ ജീവാത്മാവിന് എന്ത് സംഭവിക്കുന്നത്? ആ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട് അതിന് മാലിന്യം സംഭവിക്കുന്നത്. അപ്പൊ അത് ഏത് ഗുണമാണ് അതിനെ സ്വാധീനിച്ചിരിക്കുന്നത്? അതനുസരിച്ചുള്ള കർമ്മങ്ങളായിരിക്കും ജീവാത്മാവ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ സത്വഗുണമാണ് നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നതെങ്കിൽ സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യും. രജോ ഗുണമാണെങ്കിൽ രാജസികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. തമോ ഗുണമാണെങ്കിൽ താമസികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചാണ് നമുക്കറിയാം നമുക്ക് അടുത്ത ജന്മം കിട്ടുന്നത്. നമ്മൾ ഏത് ജന്മത്തിലേക്ക്, അടുത്ത ജന്മത്തിൽ നമുക്ക് ഏത് യോനിയിൽ നമുക്ക് പിറക്കണം നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചായിരിക്കും. നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ ജന്മം എടുക്കാൻ സാധിക്കും. മനുഷ്യരിൽ തന്നെ നല്ല ഉത്കൃഷ്ടമായ കുടുംബത്തിലൊക്കെ നമുക്ക് ജനിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? താഴ്ന്ന യോനിയിലേക്ക് പോകും. നമ്മൾ 84 ലക്ഷത്തിൽ 4 ലക്ഷം മനുഷ്യരുള്ളൂ അല്ലെ. ബാക്കി 80 ലക്ഷത്തിൽ ഏതിൽ വേണമെങ്കിലും വന്ന് നമുക്ക് ജന്മം എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ മനുഷ്യരല്ലെങ്കിൽ മൃഗങ്ങളായിട്ടോ പക്ഷികളായിട്ടോ വൃക്ഷങ്ങളായിട്ടോ ജലജന്തുക്കളോ ഇഴജന്തുക്കളോ അങ്ങനെ കുറേ ഉണ്ട്. അതിൽ ഏതിൽ വേണമെങ്കിലും വന്ന് നമുക്ക് ജന്മം എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച്. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മം കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ താഴ്ന്ന യോനിയിലേക്ക് പോയിട്ട് ജന്മം എടുക്കേണ്ടത് വരും. അത് നമ്മളെ ജീവിതത്തിലെ ചെയ്യുന്ന കർമ്മങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ആ കർമ്മങ്ങൾ എങ്ങനെയാ വരുന്നത്? നമ്മളെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ ഏതാണോ നമ്മളെ സ്വാധീനിച്ചിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും അത് വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു പിക്ചർ കാണുന്നത്, ഇവിടെ ഒരു മനുഷ്യനായിട്ട് ജന്മം എടുത്തിട്ട് ആ വ്യക്തി, മനുഷ്യന്റെ ജന്മം എന്തിനുള്ളതാണ്? ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അത് ചെയ്യുന്നതിന് പകരം നമ്മൾ മാംസങ്ങളൊക്കെ ഇരുന്ന് കഴിച്ച് നമ്മൾ അങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ആരായിട്ട് മാറാണ്? അടുത്ത ജന്മത്തില് മൃഗമായിട്ട്, ഒരു പന്നിയായിട്ട് ജന്മം എടുക്കണം. ഒരു മൃഗമായിട്ട് ജന്മം എടുക്കും. ആ പന്നിയാണെങ്കിലോ ആ മനുഷ്യജന്മത്തില് ചെയ്ത കർമ്മത്തിനനുസരിച്ചാണ് എന്തായിട്ട് ആ മൃഗമായിട്ട് ജന്മം എടുക്കണേ. അപ്പൊ ആ മൃഗത്തിന്റെ കർമ്മഫലങ്ങളെല്ലാം അവിടെ തീർന്നു. ആ മൃഗത്തിന് അടുത്ത ജന്മം എന്തായിട്ട് കിട്ടാം? മനുഷ്യനായിട്ട് ജന്മം കിട്ടാം. അപ്പൊ എന്താ സംഭവിക്കും? നമ്മൾ മനുഷ്യര് മൃഗങ്ങളാകാനും സാധ്യതയുണ്ട്, മൃഗങ്ങള് മനുഷ്യരാകാനും സാധ്യതയുണ്ട്. നമ്മൾ ഇങ്ങനെയാണ് നമ്മളെ പ്രവൃത്തി, അതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ദേവന്മാരായിട്ട് നമ്മൾ ജന്മം എടുക്കാം. അങ്ങനെ പല രീതിയിലും സംഭവിക്കാം. ഇവിടെ പറയുന്നുണ്ട് ഭൗതിക തൃഷ്ണയുടെ പ്രേരണ മൂലം ജീവാത്മാവ് ചിലപ്പോൾ ദേവനാകാം, മനുഷ്യനാകാം, ചിലപ്പോൾ വന്യമൃഗവുമായേക്കാം, പക്ഷിയായും പുഴുവായും ജലജന്തുവായും പുണ്യാത്മാവായും മൂട്ടയായി പോലും ചിലപ്പോൾ പിറന്നുവെന്ന് വരാം. അത് ഇങ്ങനെ തുടർന്നുകൊണ്ട്
കൊണ്ടേയിരിക്കുന്നു. ഏത് രൂപം എടുത്താലും തന്റെ പരിതസ്ഥിതികളുടെ ആധിപത്യം തനിക്ക് തന്നെയാണെന്ന് ജീവൻ കരുതുന്നു. എന്നാൽ അത് ഭൗതിക പ്രകൃതിക്ക് അതീതമാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതാണ് സത്യം പറയുന്നത്. അപ്പൊ അതായത് നമ്മള് ഏത് രീതിയിലും നമ്മളെ ജീവാത്മാവ് ഭൗതിക തൃഷ്ണയുടെ പ്രേരണ മൂലം നമ്മൾ ചിലപ്പോ ദേവന്മാരായിട്ട് ജനിക്കാം. നമ്മളെ ജീവാത്മാവിന്റെ ഉയർന്ന ജീവാത്മാക്കളാണെങ്കിൽ ദേവനായിട്ട് ജനിക്കാം. വരുണനായിട്ടോ ചന്ദ്രനായിട്ടോ ഇന്ദ്രനായിട്ടോ ഒക്കെ നമുക്ക് ജന്മം എടുക്കാം. ചിലപ്പോ നമ്മൾ മനുഷ്യനായിട്ട് തന്നെ എടുക്കും. ചിലപ്പോ നമ്മൾ മൃഗങ്ങളായിട്ടിരിക്കാം, പക്ഷിയായിട്ടോ പുഴുവായിട്ടോ ജലജന്തുവായിട്ടോ മുട്ടയായിട്ടോ ഒക്കെ നമ്മൾ പിറക്കാം. ഒക്കെ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അനുസരിച്ച്, നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ഈ ചെയ്യുന്നതൊക്കെ ഇതിന്റെയൊക്കെ ആധിപത്യം ജീവാത്മാവ് കരുതാണ് തനിക്കാണെന്ന്. പക്ഷെ ശരിക്കും എന്താണ്? ഭൗതിക പ്രകൃതിയുടെ അധീനതയിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല, ജീവാത്മാവിന് മനസ്സിലാകുന്നില്ല. ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോപി ജായതേ. ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ലോകത്തിൽ അവർ വീണ്ടും ജനിക്കില്ല. അപ്പൊ ഭൗതിക പ്രകൃതിയെ കുറിച്ച്, ജീവാത്മാവിനെ കുറിച്ച്, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച്, ഇതൊക്കെ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവർക്ക് അവർക്ക് എന്താണ്? മോക്ഷം ലഭിക്കുക. എന്തുകൊണ്ടാണ് അവർക്ക് മോക്ഷം ലഭിക്കുന്നത്? അവര് ഭഗവാനെ കുറിച്ച് ആ രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാൻ അർപ്പിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കർമ്മഫലങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ട് അവർക്ക് എന്തായാലും എന്ത് ലഭിക്കും? ഈ ജന്മത്തിൽ നിന്ന് അവർക്ക് എന്തായാലും അതിൽ നിന്ന് മോക്ഷം അവർക്ക് ലഭിക്കും. അവർക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജന്മം എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. പ്രകൃതൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യാ പശ്യതി തഥാത്മാനമകർത്താരം സ പശ്യതി. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവൻ എത്ര യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. അപ്പൊ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള വ്യക്തിക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്, ജീവാത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് ആർക്ക് സാധിക്കും? അത് ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദർശിക്കും. പക്ഷെ ജീവാത്മാവ് വിചാരിക്കുന്നത് എന്താണ്? ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് താനാണെന്ന് ജീവാത്മാവ് വിചാരിക്കുകയാണ്. ശരിക്കും ജീവാത്മാവ് എല്ലാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തില് ദർശിക്കുന്നവൻ. യഥാ പ്രകാശയത്യേകം കൃഷ്ണം ലോകാമിമം രവി ക്ഷേത്രം ക്ഷത്രി തഥാ കൃഷ്ണം പ്രകാശായതി ഭാരത. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? ഈ വിശ്വത്തിലെങ്ങും സൂര്യൻ എപ്രകാരമാണോ പ്രകാശം കൊടുക്കുന്നത്, വെളിച്ചം കൊടുക്കുന്നത്, അതുപോലെ ജീവാത്മാവ് എന്താ ചെയ്യണത്? ആ ശരീരത്തിന് അതിനെ അവബോധം കൊണ്ട് പ്രകാശമാനമാക്കുന്നത് ആരാണ്? ജീവാത്മാവാണ്. ആ ശരീരത്തിൽ ജീവാത്മാവില്ലെങ്കിൽ എന്താണ്? അതിന്റെ ആ പ്രകാശം പോയി, അത് നശിച്ചു പോയി അല്ലെ? നമുക്കറിയാം ആ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് പോയി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറാണ്? അത് ജഡവസ്തുവായി, അത് മരണപ്പെട്ടു പോയി. പിന്നെ അത് എത്ര സമയം ഉണ്ടാവും? അത് കഴിഞ്ഞത് എന്താണ്? അത് അഴുകാൻ തുടങ്ങും അല്ലെ? ആ ജീവാത്മാവാണ് ആ ശരീരത്തിന് എന്ത് നൽകുന്നത്? പ്രകാശം നൽകുന്നത്, അല്ലെങ്കിൽ ചേതന നൽകുന്നത് എന്താണ്? ആ ജീവാത്മാവാണ്. ജീവാത്മാവ് ആ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ അവബോധവും പോയി, ചേതനയും പോയി, ഒക്കെ പോയി. അതൊരു ജഡവസ്തുവായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണത് പറയുന്നത്? ഒരു സൂര്യൻ വിശ്വത്തിൽ പ്രകാശം പരത്തുന്നത് പോലെയാണത്. ആ ശരീരത്തിന് പ്രകാശം നൽകുന്നത് ആരാണ്? അതിനെ അവബോധത്തില് പ്രകാശിതമാക്കുന്നത് ഈ ജീവാത്മാവാണ്. അവബോധം പലതരത്തിൽ നമുക്ക് ഉണ്ടാകാം. രണ്ടു തരത്തിൽ നമുക്ക് അവബോധം ഉണ്ടാകും. എങ്ങനെയാണ് നമുക്ക് അവബോധം? നമ്മള് ഏത് മുന്നിൽ നിൽക്കുന്ന ഗുണത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറഞ്ഞു. നമ്മള് ഇപ്പൊ ഒരു കള്ളന്റെ കയ്യിൽ നമുക്കൊരു കത്തി കിട്ടിക്കഴിഞ്ഞാൽ ആ കള്ളൻ ആ കത്തി എന്തിനു ഉപയോഗിക്കും? മറ്റുള്ളവരുടെ കൊല്ലാൻ വേണ്ടിട്ട്, ഉപദ്രവിക്കാൻ വേണ്ടി ഉപയോഗിക്കും. കാരണം സ്വത്തും ഒക്കെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് അവരെ ജീവനെ അപകടപ്പെടുത്തിക്കൊണ്ട് സ്വത്തും പൈസയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആരുപയോഗിക്കും? ആ കള്ളൻ ആ കത്തി ഉപയോഗിക്കും. പക്ഷെ ഒരു ഡോക്ടറുടെ കയ്യിലാണ് ആ കത്തി കിട്ടുമെങ്കിലോ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഡോക്ടർ ആ കത്തി ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മുടെ അവബോധം വളരെ പ്രധാനമാണ്. നമ്മളിലുള്ള ഒരു അവബോധമാണ് ഇത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. കാരണം ഒരു ഡോക്ടർ എന്തിനാണ് ആ കത്തി ഉപയോഗിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ ഒരു കള്ളൻ അത് ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവൻ നശിപ്പിക്കാനായിരിക്കും, ഇല്ലാതാക്കാനായിരിക്കും. അപ്പൊ ആ ഒരു അവബോധം നമ്മളെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ക്ഷേത്രജ്ഞയോരേവ അന്തരം ജ്ഞാന ചക്ഷുഷ ഭൂത പ്രകൃതി മോക്ഷാം ച യേ വിദുർയാന്തി തേ പരം. ശരീരത്തിനും അതിനെ അറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. അപ്പൊ ശരീരത്തെ കുറിച്ചും അതിനെ അറിയുന്നവന്, അപ്പൊ ശരീരം എന്ന് വെച്ചാൽ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവനും പിന്നെന്താണ് തമ്മിലുള്ള വ്യത്യാസം, ശരീരത്തിനും ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവൻ, അതായത് ക്ഷേത്രത്തിൽ ജീവാത്മാവ്, ശരീരത്തെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും അല്ലെങ്കിൽ പരമാത്മാവിനെ കുറിച്ചും ഇതിനെ ഈ ഭൗതിക പ്രകൃതിയിലെ ബന്ധനത്തില് എങ്ങനെയാണ് അതിന്റെ ബന്ധം എങ്ങനെയാണ്, ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നവൻ, എങ്ങനെയാണ് അത് ഇതിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുന്ന കഴിവുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ശരീരത്തെ കുറിച്ച് അല്ലെങ്കിൽ ആ ശരീരത്തെ കുറിച്ച് അറിയുന്ന ക്ഷേത്രജ്ഞനെ കുറിച്ച് ഈ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, പിന്നെ ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന ഈ പ്രക്രിയ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭഗവാനെ കുറിച്ചും അതായത് ശരീരത്തെ കുറിച്ചും ഭഗവാനെ കുറിച്ചും അല്ലെങ്കിൽ ജീവാത്മാവിനെ കുറിച്ചും മനസ്സിലാക്കുക, പിന്നെ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് എങ്ങനെയാണ് മുക്തി നേടാൻ സാധിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചാകൽപതരുശ്ച കൃപാസിന്ദുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, നിതായ് ഗുരു പ്രമാനന്ദേ, ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം അർജുനൻ ഭഗവാനോട് എന്തൊക്കെ അറിയാനാണ് ആഗ്രഹം പറഞ്ഞത്? പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം. പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു അർജുനന് അറിയേണ്ടിയിരുന്നത് അല്ലെ. ഭഗവാൻ അതിന് ഉത്തരം നൽകുന്നത് എന്തൊക്കെയാണ്? ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്, കഴിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു, അറിയുന്നവനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. ജീവാത്മാവിന്റെ കർമ്മവേദിയാണ് ശരീരം. ശരീരം എന്ന് പറയുന്നത് ജീവാത്മാവിന്റെ കർമ്മവേദിയാണ് ശരീരം. പിന്നെ ജീവാത്മാവ് ഭൗതികതയിൽ കുടുങ്ങിക്കിടക്കുന്ന ആ ഭൗതിക പ്രകൃതിയോട് കീഴടക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ പിന്നത്തെ ശ്ലോകങ്ങളിൽ ജ്ഞാനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കുറെ പറയുന്നില്ലേ ജ്ഞാനം എന്താണെന്നൊക്കെ. അതൊക്കെ അപ്പൊ ചോദ്യത്തിന് ഉത്തരാണ്. പിന്നെ സർവ്വ ശരീരങ്ങളിലും കുടികൊള്ളുന്ന ഭഗവാനും ആരാണ്? ഭഗവാനും. അപ്പൊ ശരീരത്തെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. രണ്ട് തരത്തിലെ ക്ഷേത്രജ്ഞന്മാരുണ്ട്, ഒന്ന് ജീവാത്മാവും ഒന്ന് പരമാത്മാവും. ആത്മാവിന് താനിരിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ പരമാത്മാവിന് എല്ലാവരെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. കാരണം പരമാത്മാ രൂപത്തില് ഭഗവാൻ എല്ലാവരിലും ഉള്ളത് കൊണ്ട് എല്ലാ ശരീരത്തെ കുറിച്ചും പരമാത്മാവിന് അറിയാൻ സാധിക്കും. ജീവാത്മാവിന് താനിരിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാനായിട്ട് സാധിക്കൂ. കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരത്തില് ഉൾപ്പെട്ടിട്ടുള്ള 24 ഘടകങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചേന്ദ്രിയങ്ങള്, മനസ്സ്, പഞ്ചമഹാഭൂതങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പിന്നെ ഇന്ദ്രിയങ്ങൾ 5. അപ്പൊ 20 എണ്ണായി. പിന്നെ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഭൗതിക പ്രകൃതി ത്രിഗുണങ്ങൾ. അപ്പൊ 24 എണ്ണായി. ഏതൊക്കെയാണ്? ഒന്ന് പഞ്ചമഹാഭൂതങ്ങള്, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങള്. അപ്പൊ എത്ര എണ്ണായി? 20 എണ്ണായില്ലേ. ഇനി മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, പിന്നെ ഏതാണ്? ഭൗതിക ത്രിഗുണങ്ങൾ. അങ്ങനെയാണ് 24 ഘടകങ്ങളാണ് നമ്മുടെ അവ്യക്തത എന്ന് പറയുന്നത്. അവ്യക്തത എന്നല്ലല്ലോ, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണത്. 24 കൂടുതലുണ്ടല്ലോ അപ്പൊ. ഇല്ല മാതാജി. ഭൂമി, ജലം, അഗ്നി, വായു, അത് പഞ്ചഭൂതങ്ങള്. പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ. ഒരു മിനിറ്റ്, ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം. മനസ്സിൽ അടിഞ്ഞു
മുൻജന്മ കർമ്മങ്ങളിലെ മുൻജന്മ കർമ്മങ്ങൾ എങ്ങനെയാണ് നമുക്ക് തുടച്ചു മാറ്റാൻ സാധിക്കുന്നത്? ആധ്യാത്മിക ജീവിതവും പുരോഗതി കുഴിച്ചുകൂടാക്കാൻ സൗജന്യം 2 വിധമുണ്ട്, ബാഹ്യവും ആന്തരവും. എങ്ങനെയാണ്? രണ്ട് കാര്യം പറഞ്ഞിരിക്കുന്ന, ഒന്ന് ഭഗവാന്റെ സ്മരണ, നിരന്തരം ഭഗവത് സ്മരണ ചെയ്തുകൊണ്ടും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മുൻജന്മ കർമ്മ ഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഒന്ന് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന്റെ സ്മരണ പുലർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് മുൻജന്മ